ബഹുമാനപ്പെട്ട താജുശ്ശരിയ ഒരു വേദിയിൽ നിന്ന് ദുആ ചെയ്താൽ ആഖിറത്തിന്റെ പല ഘട്ടങ്ങളും അവിടുത്തെ മനസ്സിൽ മിന്നിമറിയുന്നത് സദസ്സിലേക്ക് പങ്കുവെക്കുകയായിരുന്നില്ലേ? ദുആ അവിടുത്തേക്കൊരു ചടങ്ങായിരുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ നിനക്ക് പൊരുത്തപ്പെട്ട നിലക്ക് വിട പറയാനൊരു സമയം ഞങ്ങൾക്ക് നീ നിശ്ചയിച്ചു തരണം എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലുണ്ട്. അല്ലാഹുവിലേക്ക് ചേരാനുള്ള മാനസികമായ ഒരുക്കം എത്രയാണ്! സ്വർഗത്തിലെ മുഹൂർത്തങ്ങൾ, പരലോകത്ത് ചെല്ലുമ്പോഴുണ്ടാകുന്ന രംഗങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോഴുള്ള ആത്മീയ അനുഭവങ്ങൾ, ഇതിന്റെ ഓരോ ഘട്ടങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു മഹാനവറുകൾ ദുആ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവിടുത്തെ ദുആ ഇൽമുൽ ആഖിറയിലുള്ള ഒരു സഞ്ചാരമാണ്. അവിടുത്തെ ദുആ കേട്ടാൽ അറിയാം ഇപ്പോൾ മഹാനവറുകൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുന്നത്, അല്ലാഹുവിന്റെ ലിഖാഇനെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്ന രംഗം, ഇതെല്ലാം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ ദുആ ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടുത്തെ മനസ്സ് സഞ്ചരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനോടൊപ്പം ഒരിക്കൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഉസ്താദിന്റെ നേരെ ഓപ്പോസിറ്റ് സീറ്റിലാണ് ഞാനിരിക്കുന്നത്. ആ സമയത്ത് ഉസ്താദിന്റെ ഭാവം കണ്ടപ്പോൾ മനസ്സിലായി മഹാനവറുകളുടെ മനസ്സും ചിന്തയും ഇവിടെയല്ല. ഭക്ഷണം കഴിഞ്ഞു, ഫ്രൂട്ട്സ് കൊണ്ടുവച്ച് ലാസ്റ്റ് ദുആ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സീറ്റിൽ ഇരുന്നപ്പോൾ ഉസ്താദിന്റെ അടുത്തു ചെന്ന് ചോദിക്കാൻ തോന്നിയല്ല. അവിടുന്ന് ഉസ്താദ് എവിടെയായിരുന്നു? അവിടുത്തെ ചിന്ത ഇവിടെയില്ലല്ലോ, അവിടുത്തെ മനസ്സിവിടെയില്ലല്ലോ, അവിടുന്ന് ഏതോ ഒരു ലോകത്താണല്ലോ എന്ന് ചോദിച്ചപ്പോൾ വളരെ സ്വകാര്യമായി അവിടുന്ന് പറയുകയാണ്, മോനെ, ഒരു വേദിയിൽ വെച്ച് സ്ഥാനം കിട്ടാൻ വേണ്ടി പറയേണ്ട ആളല്ല ഞാൻ. ഉസ്താദിന്റെ മുമ്പിൽ അവിടുത്തെ ശിഷ്യന്മാരുടെ ശിഷ്യനാകാൻ പോലും യോഗ്യതയില്ലാത്ത ചെറിയ ഒരു മുത്തഅല്ലിമാണ്. എന്നോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊരു കാര്യവും ഇല്ല. പക്ഷേ അവിടുന്ന് അപ്പോഴുള്ള അവസ്ഥ പറഞ്ഞത്, മോനെ, സ്വർഗമൊന്ന് കണ്ടപ്പോൾ അതിൽ പല പരിചയക്കാരെയും കാണുന്നുണ്ടേ. അവരീ ലോകത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും അവര് പരലോകത്തെ സ്വർഗം കണ്ടുകൊണ്ടിരുന്നവരാണ്.